എന്ത് പ്രശ്നം? പാർക്ക് വെച്ചാണ് പ്രശ്നം ഉണ്ടായത്. എന്താ ഐശ്വര്യക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലാന്ന് വല്ലതും പറഞ്ഞോ? അങ്ങനെയൊന്നുമില്ല. ഐശ്വര്യയുടെ ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ തിരിച്ച് ഐശ്വര്യ ആ ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നെന്താ പ്രശ്നം? അത് ഞങ്ങളെ എവിടെ വെച്ച് ശിവാനി കണ്ടു. എന്നിട്ട് ശിവാനി പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? പ്രശ്നം ഉണ്ടാക്കിയോന്നോ? അവള് ചെയ്ത് എന്താണെന്നറിയോ ഇടത്തേക്ക്? പെട്ടെന്ന് ശിവാനി വന്ന് എല്ലാം വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഐശ്വര്യ അടുത്ത് കള്ളം പറഞ്ഞ പോലെ ആയില്ലേ? നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണെന്നുള്ള സത്യം മറച്ചു വെച്ച് ചതിക്കാൻ ശ്രമിച്ചതുപോലെ ആയില്ലേ? എന്റെ ആഗ്രഹങ്ങളെല്ലാം പാതി വഴി നശിച്ചേടത്തി. എല്ലാം പോയി. ഇനി ഐശ്വര്യനെ ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വിളിച്ചിട്ട് ഐശ്വര്യ ഫോൺ പോലും എടുക്കുന്നില്ല. നീ 1-2 തവണ കൂടി വിളിച്ചു നോക്കാത്ത എന്താ? കുറെ വട്ടം വിളിച്ചു. ഇപ്പോഴും കൂടെ വിളിച്ചേ ഉള്ളൂ. ഫുൾ റിങ് പോയി, എടുക്കുന്നില്ല. ഫോൺ കട്ട് ചെയ്ത് കളയെങ്ങാനും ചെയ്തോ? അങ്ങനെ ഉണ്ടായില്ല. അപ്പൊ മനഃപൂർവ്വം എടുക്കാത്തതായിരിക്കില്ല. ഐശ്വര്യ വേറെന്തെങ്കിലും തിരക്കിലായിരിക്കും. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. വയ്യേ ഏടത്തി. സത്യം പറഞ്ഞ ഐശ്വര്യ ഒന്ന് വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ല എനിക്ക്. അവളുടെ മുന്നിൽ ഒരു കള്ളനെ പോലെ ആയില്ല ഞാനിപ്പോ. ഞാനായിട്ടെല്ലാം തുറന്നു പറയാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പെയാണ് ശിവാനി അവിടെ എത്തിയത്. എന്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഒരിക്കലും ഐശ്വര്യനെ കാണാൻ പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ സമാധാനപ്പെടു പ്രണവൻ. ഇപ്പോഴത്തെ ഷോക്ക് മാറിയ ഐശ്വര്യ നിന്നെ വിളിച്ചോളും. ഇല്ല ഏട്ടത്തി, ഇപ്പൊ പ്രതീക്ഷ എനിക്കില്ല. സത്യം പറഞ്ഞ ആ ഷോക്ക് ഇതുവരെ എന്നെ ഇന്ന് വിട്ടുമാറിയിട്ട് പോലുമില്ല. ആ ശിവാനി എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? തൽക്കാലത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കണം. നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. ഇനി എന്താ ഏട്ടത്തി ഞാൻ ചെയ്യേണ്ടത്? ഏട്ടനാണെങ്കിൽ ആ പോക്കോ ഇത് കണ്ട ഏട്ടനും എന്നെ കൈവിട്ട പോലെ. നീ ഒന്ന് സമാധാനപ്പെട്.